അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ആൻഡ് ഇറ്റ്സ് 9 o'clock now. സമയം രാവിലെയൊക്കെ ആയി. ആൻഡ് ഐ ജസ്റ്റ് ഗോട്ട് അപ്പ്. സോ ടുഡേ ഐ തോട്ട് ഐൽ ബി പ്രൊഡക്റ്റീവ് ബിക്കോസ് എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഐ വാണ്ടഡ് ടു ബി പ്രൊഡക്റ്റീവ്. ആൻഡ് യെസ്, ആൻഡ് ഐ ഹോപ്പ് യുൽ എൻജോയ് ഇറ്റ്. കം ഓൺ. വ്ളോഗ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് വാട്ട് ഡു യു വാണ്ട് ദ മോസ്റ്റ്. അപ്പോൾ ആ ആൾക്കാരൊക്കെ ലൈക്ക് വോട്ട് ചെയ്തത് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആസ് എ വെക്കേഷൻ അങ്ങനെ ഫിറ്റ് എഡിഷൻ വ്ളോഗ്, അങ്ങനെ വെക്കേഷൻ എഡിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഐ ഹാവ് ഓൾസോ അനദർ വീഡിയോ വിച്ച് ഇസ് ബേസിക്കലി ലൈക്ക് ഹൗ ടു സ്റ്റഡി വെൻ ഡോണ്ട് ഫീൽ ലൈക്ക് ടു. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കും. വൺ മോർ തിങ് ഐ വാണ്ട് ടു ടെൽ യു ഗൈസ്. അത് ഞാൻ ആക്ച്വലി പറഞ്ഞില്ല വ്ളോഗിൽ, മറ്റേ ഷോർട്ട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വ്ളോഗിൽ ഞാൻ പറയുമായിരിക്കും. എന്നാൽ ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുക്കുവാണെങ്കിൽ ഞാൻ ചില മറ്റേ ഷോർട്ട് വ്ളോഗിലൊക്കെ ഇപ്പോൾ ഞാൻ മ്യൂസിക് ഇടാൻ തുടങ്ങി. ബിക്കോസ് ചില പേര് മറ്റേ ലോങ് വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് നീ എന്താ ഇപ്പോൾ എപ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം, മ്യൂസിക് ഒന്നും ഇല്ലല്ലോ, നീ സംസാരിക്കണമെങ്കിൽ ഇഷ്ടമല്ല, ബോറടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ ദാറ്റ്സ് ട്രൂ. ഞാൻ പോലും ചില യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ലൈക്ക് ടോട്ടലി ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ക്ലിപ്പായിട്ട് ഞാൻ എടുത്ത് അതിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മ്യൂസിക് ഇടാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഞാൻ ചുമ്മാ മ്യൂസിക് ഇട്ട് ഫുൾ ക്ലിപ്പ് അല്ലെങ്കിൽ ഫുൾ വീഡിയോ എടുത്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ചില ക്ലിപ്സൊക്കെ ഞാൻ സംസാരിക്കുമായിരിക്കും. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ സംസാരിക്കണം. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ ക്ലിപ്പാണ് ദാറ്റ് സൂട്ട്സ് യു. ഓക്കെ, എന്ന് ഞാൻ സംസാരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ. പക്ഷേ ഞാൻ ചില ക്ലിപ്പിലൊക്കെ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ആൻഡ് യാ, അപ്പോൾ ഐ എം ബേസിക്കലി കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ ടു. ബിക്കോസ് ഒരു സൈഡ് ഇറ്റ്സ് ലൈക്ക് നീ സംസാരിക്കേ വേണ്ട, നീ ഫുൾ മ്യൂസിക് കിട്ടോ. ബിക്കോസ് ഐ എം ബോർഡ് ഓഫ് ലൈക്ക് ഹിയറിങ് ടോക്സ്. അപ്പം അടുത്ത സൈഡ് ഇറ്റ്സ് ലൈക്ക് നീ സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ഗൈസ്. ഓക്കെ, അപ്പോൾ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വ്ളോഗ്. കഴിക്കാനായിട്ട് പുട്ടാണ്. പുട്ടാണ്. പുട്ടും എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പുട്ടും വേറെ എന്ത് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്കൊരു സാധനം വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദിസ് ഇസ് ദ ബുക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ദിസ് വൺ എനിക്ക് കുറേ കാലം മറ്റേ ഞാൻ ആഗ്രഹിച്ചൊരു ബുക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ മറ്റേ ക്രോസ് വേർഡൊക്കെ പോകുമ്പോൾ എനിക്ക് മറ്റേ ഈ ബുക്ക് എനിക്ക് കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര സോൾഡ് ഔട്ട് ഒരു സാധനമാണ്. അപ്പോൾ ചിലവർക്ക് ഉണ്ടാവും, എന്നുവെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന് പോലും ഉണ്ട്. പക്ഷേ എനിക്ക് ആ സാധനം വേണമെന്ന് കുറേ കാലം ആഗ്രഹിച്ച ഒരു ബുക്കാണ് ഈ സാധനം. എനിക്കറിയില്ല എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല റിവ്യൂ ആയിരുന്നു. അപ്പം എനിക്കറിയില്ല. അപ്പം സാധനം എന്താണെന്ന് അറിയണ്ടേ? ദിസ് വൺ ഗൈസ്, ഇതാണ് നമ്മുടെ ബുക്ക്, ട്വിസ്റ്റഡ് ലവ്. എന്നുവെച്ചാൽ ഇത് കുറേ കാലം ദിസ് ഇസ് ലൈക്ക് എന്താ പറയുക, ലൈക്ക് ടീനേജർ ബുക്സ്. ലൈക്ക് എന്താ പറയുക, 13 year old, ഞാൻ 13 year old ആവാൻ പോവാണല്ലോ. അപ്പോൾ ഐ ഗോട്ട് ദിസ്. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് ഇത് ഫസ്റ്റാണ്, ലൈക്ക് ട്വിസ്റ്റ് സീരീസിൻ്റെ
ഫസ്റ്റ് ബുക്കാണിത്. സെക്കൻഡ് തേർഡ്, ദിസ് ഇസ് ദ സെക്കൻഡ് ആൻഡ് തേർഡ്. സെക്കൻഡ് ഇസ് ട്വിസ്റ്റഡ് ഗെയിംസ് ആൻഡ് തേർഡ് ഇസ് ട്വിസ്റ്റഡ് ഹേറ്റ്. അപ്പോൾ ഈ മൂന്നാണ് ആ സെറ്റിൽ വരുന്നത്. പക്ഷെ ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ ബിക്കോസ് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഐ ഹവ് റെഡ് ഓൾ ദ മറ്റേ സമ്മറി അതൊക്കെ റീഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൂടെ റീഡ് ഇറ്റ്. എനിക്കിത് തീർക്കുമ്പോൾ സമയം എടുക്കും എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. പക്ഷേ എനിക്കറിയില്ല വാട്ട് ഐ ഡ്രീംഡ്. ലൈക്ക് എന്താണെന്നറിയില്ല, ബട്ട് ലൈക്ക് എനിക്ക് ഒരു ഫോൺ മേടിക്കണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ മേടിക്കും, ഐ ഡോണ്ട് നോ, ബട്ട് ലൈക്ക് അതൊരു സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബുക്ക്, ഇത് ഞാൻ കുറേ കാലം ആഗ്രഹിച്ചു. എന്നുവെച്ചാൽ ഞാൻ 6th പാസ് ചെയ്ത് വന്നില്ല, എന്നുവെച്ചാൽ 7th പോകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചത്. 1 year ഞാൻ ആഗ്രഹിച്ചൊരു ബുക്കാണ് ഇത്. അപ്പോൾ അതെനിക്ക് ഫൈനലി കിട്ടി. ആൻഡ് ദെൻ ട്രൈപോഡ് മറ്റേ ദാറ്റ് ഈസ് ലൈക്ക് ഐ വാസ് ഔട്ട് ഓഫ് മൈ മൈൻഡ് വെൻ ഐ ഗോട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മൈക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഐ വാസ് ഹാവിങ് മൈ ഐഫോൺ, എൻ്റെ അമ്മയുടെ പഴയ ഐഫോൺ. അപ്പോൾ അത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിനെ കണക്ട് ചെയ്യുന്ന പോലെ ഞാൻ ഐഫോണിൻ്റെ മൈക്കാണ് മേടിച്ചത്. അപ്പോൾ യുനോ ഐ കുഡൻറ്റ് ലൈക്ക് എന്താ പറയുക, ഐ കുഡൻറ്റ് കണക്ട് ടു ദിസ് വിവോ ഫോൺ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഫോൺ മേടിച്ച് മറ്റേ മൾട്ടി കണക്ടർ ഇല്ലേ, അത് ഞാൻ മേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും വെച്ചുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പോകണേ. ആൻഡ് ദാറ്റ് വിൽ ബി സോ എക്സൈറ്റിംഗ് ഫോർ മീ. ഐ ഡോണ്ട് നോ വൈ. ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട് മൈക്കും കൊണ്ട്, ബട്ട് ലൈക്ക് ആൻഡ് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ഓഡിബിൾ ആയിരിക്കില്ല. പ്ലീസ് ടേൺ യുവർ വോളിയൂം ഓൺ ബിക്കോസ് നല്ല വോളിയൂം വെച്ചോ. ബിക്കോസ് എനിക്ക് മൈക്കില്ലല്ലോ, അപ്പോൾ എനിക്ക് വോയിസും കുറച്ച് എന്തോ പോലെയാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗായിരിക്കും സംസാരിക്കണം, കുറച്ച് വോളിയൂം ഡൗൺ ആയിരിക്കും സംസാരിക്കണം. പക്ഷെ നിങ്ങൾ വോളിയൂം അപ്പ് ചെയ്തു, ഓക്കെ? ശരിയാണ്. ഞാൻ ഇപ്പോഴാണ് കഴിച്ച് തീർത്ത്. നൗ ഐ ആം തിങ്കിങ് ഓഫ് റീഡിങ് ദ ബുക്ക്. എനിക്കൊരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സോ അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കൊക്കോൻ്റെ കൂടെ കളിക്കാൻ പോവാണ്. ബിക്കോസ് ഇവൻ കുറേ നേരെ ഇപ്പോൾ അവൻ എഴുന്നേറ്റു, ജസ്റ്റ് ലൈക്ക് എ ബേബി. അവൻ എഴുന്നേറ്റു, ഇപ്പോൾ അവന് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ I'm just going to play with him. Okay. അപ്പോൾ ഗൈസ് ഞാൻ എപ്പോഴാണ് എഴുന്നേറ്റ് ആൻഡ് സമയം 1 മണിയായി സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ്? അതെ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് വോളിയൂം കൂട്ടിയാണ് സംസാരിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ എന്താ പറയണമെന്ന് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വോളിയൂം കൂട്ടിയാണ് സംസാരിക്കണേ. അപ്പോൾ എനിക്ക് ലെമൺ റൈസാണ് കഴിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങണം എന്ന് ആലോചിക്കണം ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ട് കുളിക്കണം. അപ്പോൾ അതാണ് പ്ലാൻ. ആൻഡ് ഐ വോണ്ട് ടു ബി പ്രൊഡക്റ്റീവ്. സോ ലൈക്ക് നമ്മൾ വൈകുന്നേരം കുളിച്ചാൽ വേണ്ട, ഇറ്റ്സ് നോട്ട് പ്രൊഡക്റ്റീവ്, റൈറ്റ്? അപ്പോൾ ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കുളിക്കും കഴിച്ചിട്ട്. ഞാൻ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. ഒരു 20 minutes ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ 1 o'clock. 1 o'clock ആയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു നോക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എടുത്തു. ഞാൻ പോയി ഈവനിങ് ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സെറ്റ് ചെയ്യണം, കുളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇതാണ് ലെമൺ റൈസ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകണേ, ലൈക്ക് കഴിക്കാൻ പോകണേ. ബിക്കോസ് ഇത് ട്രിവാൻഡ്രമിൽ നിന്ന് അവർ ഡെലിവർ ചെയ്ത ഒരു സാധനമാണ്. അടിപൊളി വെച്ചാൽ അത്രയും അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. തൊണ്ടൻ മുളക് എന്ന പേര്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്, സോ 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 ഗുഡ്. ഇവിടെ സാധനമുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ ട്രൈപോഡ് ഗൈസ്. അതെ ഗൈസ്, ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ബട്ടറിൻ്റെ ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ റീസസ് എന്നൊരു ചോക്ലേറ്റാണ് ഞാൻ മേടിച്ചത്. എനിക്കറിയില്ല, ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ പീനട്ട് ബട്ടർ കപ്സ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടോ എന്ന് ആലോചിച്ചു. ബിക്കോസ് ഇവിടെ അങ്ങനത്തെ ഒരു സാധനമില്ല. ആൻഡ് ഐ ബോട്ട് ഇറ്റ്. ആൻഡ് ഫ്രം ദെൻ ഓൺ അത് ഞാൻ കഴിച്ചു തുടങ്ങി. ഐ ബോട്ട് ലൈക്ക് 10 packets ഓഫ് ലൈക്ക് ഇങ്ങനത്തെ 10 packets. ഇപ്പോൾ 4 or 2 എനിക്കറിയില്ല, എത്ര ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഈറ്റിട്ട് കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ടുള്ളിൽ. കുറേ ദിവസമായി, ഒരു
ഓവർ 7 to 8 months ആയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ചിട്ട് കഴിഞ്ഞു. ഇനി എനിക്കൊരു സാധനം പത്തിപ്പെടുത്തി തരാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മേടിച്ച് വായിച്ചു നോക്കണം. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദാറ്റ് ഐ ആം ഗോയിങ് ടു ഹാവ് എ ഫ്രണ്ട്സ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ സോറി ഞാൻ പറഞ്ഞില്ലല്ലേ, അത് ഞാൻ വരട്ടെ. അപ്പോൾ ഞാൻ ഈവനിങ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ് ഞാൻ പോണേ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന്. എന്നുവെച്ചാൽ നിന്റെ 7th ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പറയുന്നത്, ഒരാൾ ചോദിച്ചിട്ടുണ്ടോ, ജസ്റ്റ് ഒരാൾ, പക്ഷെ ഞാൻ പറയാം. ഒരാൾ ചോദിച്ചത് നീ സ്കൂൾ മാറ്റിയില്ലേ, അപ്പോൾ നീ നിനക്ക് ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്കപ്പോൾ പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സോ മൈ ഫ്രണ്ട്സ് ആർ പ്രതിഭ, ഋത്തിക, വേദിക, അദ്വിക, വൈഗ, സിദ്ധാർത്ഥ്, ഗൗതം. ഇവർ 7 പീപ്പിൾ ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് കൂടുതലും ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് അങ്ങനെയല്ല, എന്നുവെച്ചാൽ ഭയങ്കര എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വ്ളോഗ് കാണുവാണെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. പക്ഷെ ബിക്കോസ് എനിക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ തോന്നുന്നതോ ഇപ്പോൾ എനിക്ക് മൂഡോട്ടായ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത് ആൾക്കാരൊക്കെ ഗൗതം, പ്രതിഭ, പിന്നെ ഋത്തിക, വേദിക, ഇവർ 4 പേരാണ്. ബിക്കോസ് അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ദേ ടെൽ മീ ദ ലൈക്ക് ഒരു എന്താ പറയുക, നീ ഇങ്ങനെ ആണോ അങ്ങനെയാണോ അങ്ങനെ ആവല്ലേ. അവരൊക്കെ ഒരു കുറച്ച് എന്താ പറയുക, അവർ കുറച്ചും കൂടി സപ്പോർട്ടീവാണ് ടുവേർഡ്സ് മീ. അപ്പം അതെനിക്ക് ഇഷ്ടമാണ് അബൌട്ട് ദെം. ആൻഡ് അതേഴ്സ് അവരും അടിപൊളി ഫ്രണ്ട്സാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ബിക്കോസ് ഐ ആം പുട്ടിങ് എ Q&A സെഷൻ. കുറേ പേര് മറ്റേ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ, നിങ്ങളെ ഇൻസ്റ്റാ പേജിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് ഇവിടെ കാണുമായിരിക്കും. എനിക്കറിയില്ല എവിടെ കാണുന്നില്ല, ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ കാണുമായിരിക്കും. എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ തരാം. അവിടെ പോയിട്ട് ഞാൻ ഒരു NGL ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരിക്കും. ഇനി ഒരു 5 ദിവസത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമായിരിക്കും. ആ NGL ലിങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ആ ക്വസ്റ്റ്യൻസ് ഞാൻ യൂട്യൂബിൽ തീർക്കുന്നതായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചത് ഞാൻ ഒരു Q&A സെഷൻ ഒരു ബുക്കിൽ എഴുതിയിട്ട് ആ Q&A സെഷൻ ഞാൻ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുമായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കുമല്ലേ, എനിക്കറിയില്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോയി എന്ത് വേണമെങ്കിൽ ചോദിച്ചു. എനിക്ക് ആരാന്ന് അറിയില്ലല്ലോ ആ NGL ലിങ്കിൽ. അപ്പോൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഓക്കെ, ഞാൻ റിപ്ലൈ തരാം. പക്ഷെ അൺവാണ്ടഡ് എന്നുവെച്ചാൽ ഭയങ്കര അൺവാണ്ടഡ് കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരില്ലായിരിക്കില്ല. നീ ഏത് സ്കൂളിലാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുമായിരിക്കും. പക്ഷെ അൺവാണ്ടഡ് സ്റ്റഫ് ചോദിച്ചാൽ ഞാൻ തരില്ല. എന്നുവെച്ചാൽ നീ ഏത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നീ എവിടെയാ, എന്നുവെച്ചാൽ നിൻ്റെ സ്കൂൾ ID കാർഡ് അഡ്മിഷൻ നമ്പർ എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ തരില്ല. പക്ഷെ ഞാൻ തരുമായിരിക്കും. ഓക്കെ, അൺവാണ്ടഡ് ഇൻഫർമേഷൻ തരില്ല നിങ്ങൾക്ക്, പക്ഷെ വാണ്ടഡ് ഇൻഫർമേഷൻ ഞാൻ തരും. ഓക്കെ, അമ്മ മറ്റേ ഒരു സാധനം ഒരു മിനിറ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അതെ, എൻ്റെ അമ്മ ഒരു ഗിഫ്റ്റ് റാപ്പർ മേടിച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് പോകല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ എപ്പോഴും കുഞ്ഞാപ്പിന്ന് വിളിക്കുകയാണ് പ്രതിഭേനെ. അപ്പോൾ ഞാൻ ബർത്ത്ഡേ വ്ളോഗ് ഇടുമായിരിക്കും, അല്ലേ, ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ സോ എക്സൈറ്റഡ് ടു ഗോ. ആൻഡ് എൻ്റെ അമ്മ ഗിഫ്റ്റ് റാപ്പർ ഓർഡർ ചെയ്തിട്ട്, ഐ എം സോറി ഫോർ റിപ്പീറ്റിംഗ് ഇറ്റ്, ബട്ട് യാ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. പക്ഷെ അത് എൻ്റെ റൂമിലാണ്, അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ബേസിക്കലി ഇതാണ് ഇടാൻ പോണത്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. എനിക്കറിയില്ല, ലൈക്ക് ദിസ് ഇസ് മൈ പ്ലാൻ ഓഫ് പുട്ടിങ്. എനിക്കറിയില്ല കേട്ടോ. സോ ഞാൻ കുളിച്ചില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്, നോട്ട് ദാറ്റ് ബാഡ്, ബട്ട് ഓക്കെ.